ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഹാംസ്റ്റർ കോമ്പാറ്റിനെ കുറിച്ചാണ് സംസാരിക്കാനായിട്ട് പോകുന്നത്. ഹാംസ്റ്റർ കോമ്പാറ്റിൽ വന്നിട്ടുള്ള പുതിയ അപ്ഡേറ്റ് ഉപയോഗിച്ചും കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈസി ആയിട്ട് കുറേ അധികം കീകൾ ഹാംസ്റ്റർ കോമ്പാറ്റിൽ നിന്ന് കളക്ട് ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ തന്നെ കുറച്ച് പോയിന്റ്സും നമുക്ക് ഏൺ ചെയ്യാനായിട്ട് പറ്റും. അതേപോലെ തന്നെ എല്ലാവരും ചോദിക്കുന്ന ഒരു കാര്യമാണ് ഹാംസ്റ്റർ കോമ്പാറ്റ് ബൈനാൻസിൽ ലിസ്റ്റ് ചെയ്യുമോ എന്നുള്ളത്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കാനായിട്ട് പോകുന്നത് ഈ രണ്ട് കാര്യങ്ങളെക്കുറിച്ചാണ്. എപ്പോഴും പറയുന്ന പോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ വീഡിയോ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ മസ്റ്റായിട്ടും ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യുക. എല്ലാവിധ അപ്ഡേറ്റുകളും നമ്മൾ പെട്ടെന്ന് ഇടുന്നത് ടെലഗ്രാമിലായിരിക്കും. അതുകൊണ്ട് തന്നെ ടെലഗ്രാമിൽ ജോയിൻ ചെയ്ത് വെക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ടെലഗ്രാമിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഇന്നത്തെ വീഡിയോൻ്റെ ലൈക്ക് ടാർഗറ്റ് വെക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 500 സോ വീഡിയോ ഇഷ്ടപ്പെടുന്നതിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്തും കൂടെ സപ്പോർട്ട് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പം നമ്മൾ ആദ്യം പറഞ്ഞ കാര്യത്തിലേക്ക് കടക്കാം. അതായത് ഞാൻ പറഞ്ഞു ഹാംസ്റ്റർ കോമ്പാറ്റിൽ ഇപ്പോൾ പുതിയൊരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട് എന്ന്. അത് നിങ്ങൾ എത്ര പേര് ശ്രദ്ധിച്ചിട്ടുണ്ടാകുമെന്ന് എനിക്കറിയില്ല. അത് ഞാൻ നിങ്ങൾക്ക് ഇവിടെ കാണിച്ചു തരാം. നമ്മുടെ ഹാംസ്റ്റർ കോമ്പാറ്റ് ബോട്ടിൽ ഇവിടെ കയറിയിട്ട് ഡെയിലി റിവാർഡ് സെക്ഷനിൽ പോയി ക്ലിക്ക് ചെയ്ത് ഇപ്പം നമുക്ക് ആ ഒരു ഡെയിലി റിവാർഡിന് മൊത്തത്തിലുള്ള ഇൻ്റർഫേസ് മാറിയിട്ടുണ്ട്. അത് മാത്രമല്ല അവരവിടെ ഒരു 3 വീക്കിൻ്റെ കുറച്ച് ടാസ്കുകളും വെച്ചിട്ടുണ്ട്. അതിനുവേണ്ടി നമുക്കിവിടെ ഡെയിലി റിവാർഡ് എടുത്ത് നോക്കാം. കണ്ടോ, ഇവിടെ 3 വീക്കുകളുടെ ടാസ്ക് കൊടുത്തിട്ടുണ്ട്. ഇനി കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ 21 ദിവസമാണ് ഇവർ പറഞ്ഞതിനനുസരിച്ച് ഹാംസ്റ്റർ കോമ്പാറ്റിൻ്റെ ലിസ്റ്റിങ്ങിനുള്ളത്. നമ്മൾ കൃത്യമായിട്ട് ഇതിൽ ഓരോ ദിവസവും ലോഗിൻ ചെയ്യുകയാണെങ്കിൽ ഇന്ന് ലോഗിൻ ചെയ്താൽ 1,00,000 പോയിന്റ്, നാളെ ചെയ്താൽ 1 കീ, മറ്റന്നാൾ ചെയ്തിട്ടുണ്ടെങ്കിൽ 5 ലക്ഷം, 4ാമത്തെ ദിവസം ചെയ്തിട്ടുണ്ടെങ്കിൽ 7 കീ, 5ാമത്തെ ദിവസം 20 മില്യൺ പോയിന്റ്സ്, 6ാമത്തെ ദിവസം 10 കീ, 7ാമത്തെ ദിവസം നിങ്ങൾക്ക് ഒരു എക്സ്ക്ലൂസീവ് സ്കിന്നും കിട്ടുന്നതായിരിക്കും. നമുക്കറിയാം ഈ ഒരു ഗെയിമിന് യൂസേഴ്സ് കുറഞ്ഞത് തന്നെ ഇവർ ഈ ഒരു കീയുടെ സിസ്റ്റം കൊണ്ടുവന്നതിൽ പിന്നെയാണ്. കീ കിട്ടാനുള്ള ഗെയിംസും കാര്യങ്ങളൊക്കെ വളരെയധികം ഡിസ്റ്റർബിംഗ് ആയിട്ട് പല ആളുകൾക്കും തോന്നി. അതും കൊണ്ട് തന്നെ പല ആളുകൾ ഈ ഒരു ഗെയിം അല്ലെങ്കിൽ ഈ ഒരു ടെലഗ്രാം ബോട്ട് തന്നെ ഇട്ടിട്ട് പോയിട്ടുണ്ടായിരുന്നു. ഇപ്പം ലിസ്റ്റിംഗ് അനൗൺസ്മെൻറ്റ് വന്നപ്പോഴാണ് വീണ്ടും കുറച്ചൊക്കെ ആളുകൾ ഇതിലേക്ക് തിരിച്ച് കയറാനായിട്ട് തുടങ്ങിയിട്ടുള്ളത്. അപ്പം ഞാൻ പറഞ്ഞു വരുന്ന കാര്യം എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഡെയിലി ടാസ്കുകൾ നിങ്ങൾ അടുത്ത 3 ആഴ്ചത്തേക്ക്, അതായത് ഇന്ന് തൊട്ട് അടുത്ത 3 ആഴ്ചത്തേക്ക് മുടക്കാതെ ചെയ്യുവാണെങ്കിൽ നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ കീസ് ഏൺ ചെയ്യാനായിട്ട് പറ്റും. ഇവിടെ ഞാൻ എടുത്തേക്കുന്ന വീക്ക് 3 ആണ്. അതിൽ കണ്ടോ നമുക്ക് കീസ് മാത്രം ഒരു 45-60 കീസ് മാത്രം നമ്മൾ കറക്റ്റായിട്ട് ലോഗിൻ ചെയ്യുകയാണെങ്കിൽ മാത്രം കിട്ടുന്നതായിരിക്കും. സോ 60 കീസ് ഏൺ ചെയ്യാന്ന് പറഞ്ഞിട്ടുള്ളതിൽ ചില്ലറ കാര്യമല്ല. അത് മാത്രമല്ല നമ്മൾ ഈ ഒരു 3 വീക്കിലെ കീ എടുത്ത് നോക്കുകയാണെങ്കിൽ തന്നെ അത്യാവശ്യം നല്ലൊരു എമൗണ്ട് കീസ് ഉണ്ടാവും. എന്തായാലും നമ്മൾ ഗെയിം കളിച്ച് കീസ് ഏൺ ചെയ്യുന്നതിൻ്റെ അത്രയും ബുദ്ധിമുട്ടൊന്നുമില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ കുറേ കാലം ചെയ്യാതിരുന്നു എന്ന് വെച്ചിട്ട് ഇപ്പം ഇത് ചെയ്യാതിരിക്കരുത്. എന്തായാലും ഒരു വളരെ സിമ്പിളായിട്ടുള്ള ടാസ്ക്കാണ്. ദിവസം കയറുക, അതുപോലെ തന്നെ ആ ഒരു ഡെയിലി റിവാർഡ് കളക്ട് ചെയ്യുക എന്നത്. എനിക്ക് തോന്നുന്നു ഏകദേശം ഈ 21 ദിവസം നിങ്ങൾ കൃത്യമായിട്ട് ടാസ്കുകൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഏകദേശം ഒരു 80-ന് മേലെ കീസും ഏൺ ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ തന്നെ 3 എക്സ്ക്ലൂസീവ് സ്കിൻസും കിട്ടുന്നതായിരിക്കും. തീർച്ചയായിട്ടും ഈ കീസിനും അതുപോലെ തന്നെ ഈ സ്കിൻസിനും നമ്മുടെ എയർ ഡ്രോപ്പ് ക്വാണ്ടിറ്റീനെ സ്വാധീനിക്കാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ ഒരു 3 ആഴ്ച മുടങ്ങാതെ ലോഗിൻ ചെയ്ത് വെക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ബാക്കി നിങ്ങളെ കൊണ്ട് ഏതൊക്കെ ടാസ്കുകൾ ചെയ്യാനായിട്ട് പറ്റുമോ അതൊക്കെ ചെയ്യാം. നിങ്ങളുടെ ടൈം പോലെ നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്യാനായിട്ട് പറ്റുമോ ആ കാര്യങ്ങളൊക്കെ ചെയ്യാം. ബാക്കി എയർ ഡ്രോപ്പ് എത്ര കിട്ടും, എങ്ങനെ കിട്ടും എന്ന് കാര്യങ്ങളിലൊന്നും ഇതുവരേക്കും കൺഫർമേഷൻ ഒന്നും ആയിട്ടില്ല. അതിന് എന്തെങ്കിലും അപ്ഡേറ്റ് കിട്ടുകയാണെങ്കിൽ നമ്മൾ ടെലഗ്രാമിൽ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. എനിക്ക് തോന്നുന്നു ഇവരിപ്പം ഇങ്ങനെ ഈ ഒരു ഡെയിലി റിവാർഡിൻ്റെ സ്ട്രക്ചർ തന്നെ മാറ്റിയത് ഇവർക്ക് ഇപ്പം യൂസേഴ്സും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ കുറഞ്ഞതും കൊണ്ട് തന്നെ ഇടയ്ക്ക് ഇട്ടുപോയിട്ടുള്ള ആൾക്കാരെ എങ്ങനെയും തിരിച്ച് കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള പരിപാടി ആയിരിക്കണം ഇവർ ഈ ഒരു പുതിയൊരു ഡെയിലി റിവാർഡിൻ്റെ സ്ട്രക്ചറും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുള്ളത് എന്ന്. എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത് എന്നുള്ളത് തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്ത് അറിയിക്കാം. അപ്പം എങ്ങനെ കൂടുതൽ കീസ് നമുക്ക് കളക്ട് ചെയ്യാനായിട്ട് പറ്റും എന്ന കാര്യം നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി അടുത്തായിട്ട് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്ന കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹാംസ്റ്റർ കോമ്പാറ്റ് ബൈനാൻസ് ലിസ്റ്റ് ചെയ്യുമോ എന്നാണ്. നമുക്കറിയാം ഇപ്പം തന്നെ 1-2 നല്ല എക്സ്ചേഞ്ചുകൾ ഹാംസ്റ്റർ കോമ്പാറ്റിൻ്റെ ലിസ്റ്റിങ്ങും കാര്യങ്ങളൊക്കെ ഓൾറെഡി കൺഫേം ചെയ്തിട്ടുണ്ട്. ബൈബിറ്റ് കൺഫേം ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ OKX എക്സ്ചേഞ്ച് കൺഫേം ചെയ്തിട്ടുണ്ട്. അങ്ങനെ 1-2 എക്സ്ചേഞ്ചുകൾ വേറെയും ഈ ഒരു ഹാംസ്റ്റർ കോമ്പാറ്റിൻ്റെ ലിസ്റ്റിങ്ങിൻ്റെ കാര്യത്തിൽ അവർ എന്തായാലും 26-ാം തീയതി അവരുടെ എക്സ്ചേഞ്ചുകളിൽ ലിസ്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ട്. തീർച്ചയായിട്ടും ഈ OKX, ബൈബിറ്റ്, ഗേറ്റ്.io, കുക്കോയിൻ, ബൈനാൻസ് തുടങ്ങിയ ക്രിപ്റ്റോ കറൻസി എക്സ്ചേഞ്ചുകളെല്ലാം എയിം ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് എങ്ങനെ കൂടുതൽ പൈസ ഉണ്ടാക്കാമെന്നാണ്. അവർക്ക് കൂടുതൽ പൈസ ഉണ്ടാകണമെങ്കിൽ തീർച്ചയായിട്ടും അവരുടെ പ്ലാറ്റ്ഫോമും ധാരാളം ആളുകൾ ഉപയോഗിക്കേണ്ടതായിട്ടുണ്ട്. നമുക്കെല്ലാവർക്കും അറിയാം ഈ ഒരു ഹാംസ്റ്റർ കോമ്പാറ്റ് എന്ന് പറയുന്ന ഈ ഒരു ടെലഗ്രാം ഗെയിം വളരെ അധികം ആളുകൾ കളിക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു 200 മില്യൺ മേലെ ആളുകൾ യൂസ് ചെയ്യുന്നുണ്ട്.
അപ്പോൾ തീർച്ചയായിട്ടും ബൈനാൻസ് എന്ന് പറഞ്ഞ ഒരു എക്സ്ചേഞ്ച് ഇവരുടെ ടോക്കൺ ലിസ്റ്റ് ചെയ്തില്ല എങ്കിൽ അത് മറ്റൊരു എക്സ്ചേഞ്ചിന് തീർച്ചയായിട്ടും ഗുണമാവുന്ന കാര്യമാണ്. കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബൈനാൻസിന് കിട്ടേണ്ട യൂസേഴ്സ് എല്ലാം എങ്ങോട്ട് പോകും, മറ്റ് എക്സ്ചേഞ്ചുകളിലേക്ക് സ്പ്ലിറ്റായി പോകും. അപ്പം ഒരു എക്സ്ചേഞ്ചും അവരുടെ ബിസിനസ് നല്ല രീതിയിൽ നടക്കാതിരിക്കാനായിട്ട് ആഗ്രഹിക്കത്തില്ല. അതുപോലെ തന്നെ എല്ലാ എക്സ്ചേഞ്ചുകളും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എത്രത്തോളം യൂസേഴ്സിനെ അവരുടെ പ്ലാറ്റ്ഫോമിലേക്ക് കൊണ്ടുവരാനായിട്ട് പറ്റുമോ അത്രത്തോളം യൂസേഴ്സിനെ കൊണ്ടുവരാനായിട്ടേ ശ്രമിക്കത്തുള്ളൂ. അപ്പം ഹാംസ്റ്റർ കോമ്പാറ്റിൻ്റെ എയർ ഡ്രോപ്പിന് എലിജിബിലിറ്റി കിട്ടുന്നത് നമുക്കൊരു ഉദാഹരണത്തിന് വേണമെങ്കിൽ പറയാം, ഡോഗ്സ് ഒക്കെ എയർ ഡ്രോപ്പ് കൊടുത്ത മാതിരി ഏകദേശം ഒരു 40 മില്യൺ അല്ലെങ്കിൽ ഒരു 50 മില്യൺ അടുപ്പിച്ച ആളുകൾക്കാണ് എയർ ഡ്രോപ്പ് കൊടുക്കുന്നത് എന്ന് കരുതുക. അതിൽ പുതിയ ക്രിപ്റ്റോ യൂസേഴ്സ് ഇഷ്ടം പോലെ ഉണ്ടാവും. അപ്പം അവരെ അട്രാക്റ്റ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ഇവർക്ക് ബിസിനസ് കൂട്ടാനായിട്ട് ആ ഒരു എക്സ്ചേഞ്ച് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്പെസിഫിക് എക്സ്ചേഞ്ച് ലിസ്റ്റ് ചെയ്യാതിരുന്നിട്ടുണ്ടെങ്കിൽ നഷ്ടം ആ ഒരു എക്സ്ചേഞ്ചിന് മാത്രമായിരിക്കും. ഈ ഒരു ഹാംസ്റ്റർ കോമ്പാറ്റ് പോലെ വൈറലായിട്ടുള്ള ഒരു എയർ ഡ്രോപ്പ് വേറെ ഉണ്ടോയെന്ന് എനിക്കറിയത്തില്ല. തീർച്ചയായിട്ടും എൻ്റെ ഈ ചാനലിൽ വ്യൂ കൂടാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബേഴ്സ് കൂടാനും ഒക്കെ കാരണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു ഹാംസ്റ്റർ കോമ്പാറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള പ്രൊജക്റ്റ് തന്നെയാണ്. ഈ ഒരു പ്രൊജക്റ്റ് തപ്പിപ്പിടിച്ചിട്ടാണ് ക്രിപ്റ്റോ എന്താണെന്ന് അറിയാത്ത ആളുകൾ പോലും ക്രിപ്റ്റോയിലേക്ക് കാലെടുത്ത് വെച്ചിട്ടുള്ളത്. ഹാംസ്റ്റർ കോമ്പാറ്റ് വന്ന് ചെയ്ത് തുടങ്ങി ഡോഗ്സ് എയർ ഡ്രോപ്പ് കിട്ടിയ ആളുകൾ ഇഷ്ടംപോലെ ഉണ്ട്. അതല്ലാതെ മറ്റ് എയർ ഡ്രോപ്പുകൾ കിട്ടിയ ആളുകളുണ്ട്. അപ്പം ഞാനിവിടെ പറഞ്ഞു വെക്കുന്ന കാര്യം എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബൈനാൻസ് ഇത്രയും യൂസർ ബേസ് ഉള്ള ഒരു പ്രൊജക്റ്റ് ലിസ്റ്റ് ചെയ്യാണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് അവരുടെ കോമ്പറ്റീറ്റേഴ്സിനായിരിക്കും ഉപകാരപ്പെടുക. അതുപോലെ തന്നെ ബൈനാൻസിന് അത്രത്തോളം ബിസിനസ്സും കാര്യങ്ങളൊക്കെ ഡൗണും ആയിപ്പോവും. ലാസ്റ്റ് നമ്മൾ ഡോഗ്സ് ഒക്കെ ബൈനാൻസിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്ത ആളുകൾക്കൊക്കെ അവർ വളരെ വലിയ ഓഫേഴ്സും കാര്യങ്ങളൊക്കെയാണ് കൊടുത്തിട്ടുള്ളത്. അഡീഷണൽ ആയിട്ട് ഇഷ്ടമാതിരി വാരിക്കോരി ഡോഗ്സും കൊടുത്തിട്ടുണ്ട്. സോ അത് ചെയ്തു വെക്കുന്ന എന്തിനാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നെക്സ്റ്റ് അടുത്തതായിട്ട് ഇതുപോലെ ഒരു എയർ ഡ്രോപ്പ് വരുമ്പോഴും ആളുകൾ തീർച്ചയായിട്ടും അവരുടെ പ്ലാറ്റ്ഫോമിൽ തന്നെ ട്രേഡ് ചെയ്യണമെന്ന് അവർക്ക് നിർബന്ധമുള്ളത് കൊണ്ടാണ്. അപ്പം എൻ്റെ ഒരു സ്പെക്കുലേഷൻ അനുസരിച്ച് ഒരു 90% ഈ ഒരു പ്രൊജക്റ്റ് ബൈനാൻസിൽ ലിസ്റ്റ് ആവാനുള്ള സാധ്യതയുണ്ട്. എന്തായാലും അതിൻ്റെയൊക്കെ കാര്യങ്ങൾ നമുക്ക് വരും ദിവസങ്ങളിൽ കണ്ടറിയാം. എത്രത്തോളം യൂസേഴ്സിന് ഇവർ എയർ ഡ്രോപ്പ് കൊടുക്കും എന്ന കാര്യത്തിൽ നമുക്ക് ആദ്യം ഒരു കൺഫർമേഷൻ വരണം. നല്ല രീതിയിൽ യൂസേഴ്സിന് ഇവർ എയർ ഡ്രോപ്പ് കൊടുക്കുന്നുണ്ട് എങ്കിൽ നമുക്കറിയാം ഏകദേശം ഇപ്പം തന്നെ 60% ടോക്കൺസാണ് ഇവർ എയർ ഡ്രോപ്പിനായിട്ട് മാറ്റി വെച്ചിരിക്കുന്നത്. ഒരു 50 മില്യൺ അല്ലെങ്കിൽ 60 മില്യൺ ആളുകൾക്ക് ഇവർ എയർ ഡ്രോപ്പ് കൊടുക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വലിയ വലിയ എക്സ്ചേഞ്ചുകളിലേക്കൊക്കെ എന്തായാലും ഇതിൻ്റെ ലിസ്റ്റിംഗ് വരുന്നതായിരിക്കും. ഞാനീ പറയുന്ന കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ മാത്രം സ്പെക്കുലേഷൻസ് ആണ് ഞാനിവിടെ ഷെയർ ചെയ്തിട്ടുള്ളത്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് എന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്ത് അറിയിക്കുക. അപ്പോൾ ഗൈസ്, നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ ഇത്തരം കാര്യങ്ങളൊക്കെയാണ് പറയാനായിട്ടുള്ളത്. ഹാംസ്റ്റർ കോമ്പാറ്റ് ചെയ്യാത്ത ആളുകളും വേണമെങ്കിൽ ഈ ഒരു 3 വീക്ക് അത്യാവശ്യം നല്ല രീതിയിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. വളരെ കുറച്ച് സമയം മാത്രം മതി നമ്മുടെ ഈ ഡെയിലി ടാസ്കുകളും കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ആക്കാനായിട്ട്. അതുപോലെ തന്നെ നേരത്തെ ചെയ്യുന്ന ആളുകളും ആ ഡെയിലി ടാസ്കിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്തു വെക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്തരം കാര്യങ്ങളൊക്കെയാണ് പറയാനായിട്ടുള്ളത്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു കരുതുന്നു. മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.